ഗുഡ് മോർണിംഗ്. ഹലോ. ഇപ്പോൾ സമയം 3:20 കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോവാണ്. ഇവിടെ അടുത്തൊന്നുമില്ല, കാടാകുമ്പോഴേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷുട്ടു എണീറ്റിട്ടില്ല. ഷുട്ടുവിനെ എങ്ങനെ കുളിപ്പിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അവളെ പോണ വഴിക്ക് എന്തെങ്കിലും ചെയ്യണം. ബാക്കി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും റെഡി ആയി ഇറങ്ങുമ്പോൾ കാണിക്കാം. ഇപ്പോൾ സമയം 3:45. ഞങ്ങൾ ഇറങ്ങാൻ പോവാം. 3 hours ട്രാവൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ 3:45 ഇറങ്ങിയായിരുന്നു. 3 hours ആയിരുന്നു നമുക്ക് ട്രാവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛന് ബട്ടൺസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിഖിലിന് ഉറക്കം വന്ന് തുടങ്ങിയായിരുന്നു. നിഖിലാണല്ലോ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ഞാൻ പിന്നെ ഷുട്ടു എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി. പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ അവൾ എണീക്കുന്നതുകൊണ്ട് ഞാൻ ചായ കുടിക്കാൻ ഇറങ്ങിയില്ലായിരുന്നു. അവരെല്ലാവരും ചായ കുടിച്ചു. നല്ല വാട്ട ചായ എന്നാണ് പറഞ്ഞത് കേട്ടോ. അതെനിക്കറിയില്ല. പിന്നെ ഞാനവിടെ നിന്ന് കുറച്ച് മൊണാൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ വന്ന് വിൻഡോയുടെ സൈഡിൽ കൂടെ എത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ കാണിക്കുന്നതെന്നൊക്കെ. ഷുട്ട് ഉറങ്ങാണ്, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണാത്തതാണ്. നമ്മളൊരു 6:45 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ കാടാമ്പുഴ അമ്പലത്തിലേക്ക് എത്തിയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കാറ് ഫ്രീ പാർക്കിങ്ങിൽ ഇടാൻ പറ്റി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണിയേട്ടനവിടെ ATM പൈസ എടുക്കാൻ പോയതാണ്. പക്ഷെ പൈസ കിട്ടിയില്ല കേട്ടോ. അവിടെ എന്തോ പൈസ ഉണ്ടായിരുന്നില്ല. ഷുട്ടു ഓണായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും ആൾ എണീറ്റു. ആൾ അത്യാവശ്യം ഉറങ്ങിയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. രാവിലെ ആണെങ്കിലും അവളൊരു 2 മണിക്ക് 2:30 നമ്മൾ വിളിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ എണീറ്റു. പിന്നെ കുളിപ്പിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് വഴിയിൽ കുളിപ്പിക്കേണ്ട കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. വളരെ ചെറിയ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പെട്ടെന്ന് കയറി തൊഴുതു. നമ്മൾ അവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് മുട്ടിറക്കലാണ് കേട്ടോ. നമ്മളെല്ലാവരും മുട്ടൊക്കെ ഇറക്കി നമ്മൾ അവിടുന്ന് ഇറങ്ങി. നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടോ. നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവും കട്ടൻ കാപ്പിയായിരുന്നു. നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ 7:30 തന്നെ നമുക്ക് നമ്മൾ 6:45 എത്തി. നമ്മൾ തൊഴുത് നമ്മൾ 8 മണി ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഷുട്ടുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ നേർന്നതായിരുന്നു കേട്ടോ. എനിക്ക് നോർമൽ ഡെലിവറി ആവുകയാണെങ്കിൽ ഞാൻ ഷുട്ടുവിനെയും കൊണ്ട് കാടാമ്പുഴ വരാമെന്ന്. അതുവരെ പക്ഷെ ഞാൻ കാടാമ്പുഴ പോയിട്ടുമില്ല. എന്തോ ആ സമയത്ത് എനിക്ക് അങ്ങനെ നേരം തോന്നി. ഞാൻ നേർന്നു. പിന്നെ അത് പോയില്ലായിരുന്നു. ഞാനത് മനസ്സിൽ നിന്ന് എൻ്റെ വിട്ടുപോയായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് പെട്ടെന്നൊരു ദിവസം ഓർമ്മ വന്നു, അയ്യോ കാടാമ്പുഴ ദേവിയുടെ അടുത്ത് പോയിട്ടില്ലല്ലോ എന്ന്. ഞാൻ കഥകളിൽ മാത്രമായിരുന്നു അന്ന് വരെ കാടാമ്പുഴ അമ്പലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഷുട്ടുവിന് വേണ്ടിയത് നേരാൻ തോന്നിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഷുട്ടു ചിരിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവൾ കുറേ നേരം കളിച്ചു ചിരിച്ചു. അവൾ നന്നായിട്ട് തൊഴുതു, നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ഷുട്ടു ഉള്ളതുകൊണ്ട് നമുക്ക് അവൾ കോപ്പറേറ്റ് ചെയ്യാതെ നമ്മൾ ഒരു കാര്യം നടക്കില്ല. തിരിച്ച് ഞങ്ങൾ ഒരു 10:45 ഒക്കെ ആയപ്പോഴേക്കും തൃപ്രയാറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തൃപ്രയാർ ഇറങ്ങണമെന്നോ തൊഴണമെന്നോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഞങ്ങളവിടെ എത്തിച്ച പോലെ അന്ന് അവിടുത്തെ പ്രതിഷ്ഠാദിനമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതിഷ്ഠാദിനത്തിന് നമുക്ക് തൃപ്രയാർ വരാനും തൊഴാനും ഒക്കെ പറ്റി. അതിന് വലിയ സന്തോഷമുണ്ട്. ഷുട്ടുവിനിപ്പോൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കൂടുതൽ ഇൻട്രസ്റ്റ് നടക്കാനാണ്. അതുകൊണ്ട് നമ്മളെടുത്താലും ആൾ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചാടി ഇറങ്ങി പോരും. അതുമാത്രമല്ല, ഇപ്പോൾ കളിപ്പാട്ട കടകൾ കണ്ടു കഴിഞ്ഞാൽ ആൾ കൈ ചൂണ്ടി ഓരോന്നൊക്കെ പറയാനൊക്കെ തുടങ്ങി. നമുക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിലും ആൾ വാങ്ങിക്കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നമ്മൾ അങ്ങനെ അത്രയും പ്രോത്സാഹിപ്പിക്കാറില്ല. ചില സമയത്ത് എനിക്ക് ലൈഫ് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോയ പോലെ തോന്നാറുണ്ട് കേട്ടോ. 22കളിൽ ആയിരുന്നു ഞാൻ. പെട്ടെന്ന് എനിക്കെന്തോ 30s ഒരു ഫീലാണ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം. തൃപ്രയാർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അവിടെ തൊഴുതതിന് ശേഷമാണ് ശരിക്കും തൃപ്രയാർ തൊഴേണ്ടത്. ഞാൻ ഷുട്ടു കയറിപ്പോയതുകൊണ്ട് അവളുടെ പിന്നാലെ അങ്ങനെ കയറിപ്പോയതാണ്.
നമ്മൾ തൃപ്രയാർ തൊഴുതതിന് ശേഷം നമുക്ക് ഉച്ചഭക്ഷണത്തിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടെ പ്രതിഷ്ഠാദിനമായതുകൊണ്ട് തന്നെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്കത് കഴിക്കാൻ പറ്റി. നമ്മൾ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ഇരിഞ്ഞാലക്കുട വീട്ടിലിറങ്ങിയായിരുന്നു കേട്ടോ. ഡാഡീനെ കണ്ട് സംസാരിച്ചു. അങ്ങനെ ഇരിഞ്ഞാലക്കുട വീട്ടിൽ ഷുട്ടും ഡാഡിയൊക്കെ കൂടി കളിച്ചിട്ട് കുറച്ച് കാഴ്ചകളൊക്കെയാണ്. നിഖിലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കുറേ നാളായി ഞങ്ങൾ പോയിട്ട്, ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല തിരക്കായിരുന്നുകൊണ്ട്. ഞാൻ എന്തെങ്കിലും പറയുന്നൊക്കെ പറഞ്ഞ് നിഖിലിനെ പിടിച്ചിരുത്തിയതാണ്. നിഖിൽ എന്തൊക്കെയോ പറയണല്ലോ എന്ന് വിചാരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നമൊക്കെ കഴിഞ്ഞു. നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഷുട്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഷുട്ടുവിൻ്റെ നമുക്ക് ആകെ വിട്ടുപോയൊരു നേർച്ചയായിരുന്നു കാടാമ്പുഴയിൽ കൊണ്ടുപോയി ദേവീനെ തൊഴിക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാവരും സന്തോഷമായി പിരിഞ്ഞു. ഇനി ഇതൊരു ചെറിയൊരു വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ എല്ലാവർക്കും ബൈ.